അല്ല ശാല ഇനി കുത്തിരുത്തം നടക്കൂല കേട്ടാ. എത്ര കാലമായി ഇഞ്ഞോട് കല്യാണം കഴിക്കാൻ പറയുന്നത്. 6 മാസം ഇനി ഡിവോഴ്സ് ആയിട്ട്. ഇനിയെങ്കിലും ഇനി കല്യാണം കഴിക്കുക. ഇവിടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാരും ചോദിക്കുന്നു. ഞാനൊന്നും ഓരോടെല്ലാം പറയണ്ട, ഇനി എന്നെ പറയാം. എനിക്ക് ചുപ്പാൻ ഇഷ്ടമില്ല. ഞാള് പറയുന്നൊന്നും നീ കേൾക്കണമെന്ന് പറയുന്നില്ല. ആ മനുഷ്യൻ എത്ര കാലമായി ഇതിന് വേണ്ടി ഓടുന്നത്. എനിക്ക് കുറച്ച് കണ്ണിച്ചോരണ്ടെങ്കിൽ കേൾക്കുമല്ലോ. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചോദിക്കുന്നു. എനിക്കിപ്പോ ഒരു പരിപാടിക്ക് സമാധാനത്തോടെ പോകാനൊന്നുമില്ല. എല്ലാവരും ഇതാ ചോദിക്കുന്നു, ഓളെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ, ഓളെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ, ഡിവോഴ്സ് ആയിട്ട് ഇത്രയായി. ഞാനൊന്നും ഓരോടെല്ലാം പറയണ്ടേ. ഇനി ഇങ്ങനെ കുത്തി നിൽക്കണ്ടേ, നടക്കൂല. ഇങ്ങനെ ഒന്ന് നോക്ക്. നല്ല പൈസ ഉള്ള കുടുംബത്തിലാ. ഇത് എനിക്ക് പറ്റുമോ ഉറപ്പാണ്. അല്ല എനിക്ക് ചേരുന്ന പോലെ തന്നെയാണ്. ഞാൻ നോക്ക്. ഇത് ഉമ്മ നിങ്ങൾ തന്നെ വെക്കാം. എനിക്കിപ്പോ ആലോചന ഒന്നും നോക്കണ്ട. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കണ്ട നാട്ടുകാരും വീട്ടുകാരല്ലോ എനിക്കൊരു പ്രശ്നം വന്നവർ എന്തെങ്കിലും ഉണ്ടേനാ? നിങ്ങളും ഉപ്പയും മാത്രമേ ഉണ്ടേനു. എന്നിട്ടും നിങ്ങൾ എന്നെയും കുറ്റപ്പെടുത്തിക്ക്. എല്ലാരും എന്നെ തന്നെയാ പറഞ്ഞത്. ഞാൻ എന്താക്കാൻ, ഓൻ കള്ളു കുടിച്ച് വന്നിട്ട് എന്നെ കുറെ അടിച്ചതിന് എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡിവോഴ്സ് ചെയ്ത്. എനിക്ക് കുറച്ച് സമയം എന്താ ഉമ്മ. ഞാൻ കല്യാണം വേണ്ടാന്നല്ല പറയുന്നത്. എനിക്ക് കുറച്ച് സമയം എന്താ. കാരണം ഇപ്പൊ നിങ്ങളെല്ലാം പറയുന്ന 6 മാസം എന്ന് വെച്ചാൽ വലിയ സമയട്ടാ. ഞാൻ ഇപ്പവും അതിൽ നിന്ന് റിക്കവർ ആയിട്ട് വന്നിട്ടില്ല. നിങ്ങളെല്ലാം കണ്ടല്ലേ എന്റെ പ്രശ്നം. എന്നിട്ട് നിങ്ങൾ പിന്നെ ഇങ്ങനെ പറയുന്നത്. ഇനി നിങ്ങൾ ആലോചന ഒന്നും നോക്കണ്ട. എന്റെ സമയമാകുമ്പോൾ ഞാൻ തന്നെ പറയാം. ഒന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിച്ചു. എന്നിട്ട് എനിക്ക് തന്നെയല്ലേ ദോഷം ഉണ്ടായത്. ഇനി അമ്മായിന്റെ കാര്യമൊന്നും എന്റെ അടുത്ത് വന്ന് പറയണ്ട. കാരണം ആരും എനിക്ക് ഒരു പ്രശ്നം വന്നപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് എന്റെ സ്വന്തം ഇഷ്ടം തന്നെയല്ലേ പ്രധാനം. നാളെ കാര്യമൊന്നും എനിക്കറിയണ്ടാലോ. ഇനി ഉമ്മ ഉപ്പാന്ന് വിളിച്ച് ഇങ്ങോട്ട് വരണ്ട. അല്ല മോളെ, ഉപ്പാനോടും ഉമ്മാനോടും പറ്റിപ്പോയി. ഇനി ഞാൾ എനിക്ക് നല്ല ആലോചന കൊണ്ടുവരുള്ളൂ. അതിപ്പോ ഇഞ്ഞ വടക്കാക്കണമെന്ന് ഞാളാരും വിചാരിക്കൂലോ. എന്തിനാ മോളെ ഇങ്ങനെയെല്ലാം കരുതുന്നത്? ശരി, നിങ്ങൾ ഇത്രയും പറഞ്ഞല്ലേ, ഞാൻ സമ്മതിച്ചു. പക്ഷെ എനിക്ക് 2-3 കണ്ടീഷൻ ഉണ്ട്. ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് ജോലിക്ക് പോകാണ്ടിരിക്കുന്നു വിചാരിക്കേണ്ട. ഞാൻ എന്തായാലും ജോലിക്ക് പോകും. കാരണം ജോലിക്ക് പോകാന്നുള്ള എന്റെ ഒരു ഏറ്റവും വലിയ സ്വപ്ന. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് അതിന് വേണ്ടി. പിന്നെ ഇനി എന്തെങ്കിലും ഇതുപോലത്തെ പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഹലോ. എന്തല്ല? ഞാൻ ബ്രോക്കറോട് പറഞ്ഞിക്ക് 2ാം ഘട്ടാന്ന് പറയണ്ടാന്ന്. ഓലിക്ക് തീർന്നാ പിന്നെ ഓല് അന്വേഷിക്കൊന്നും ചെയ്യൂലേ. നമ്മളല്ലേ കുടുങ്ങി പോവാ. ഒന്നാമത്തെ ഓള് അടിക്കെല്ലാം ചെയ്തോണ്ടല്ലോ ഓള് ഡിവോഴ്സ് ആയേ. ഓനോട് ഞാൻ കൊറേ പറഞ്ഞിട്ട് ഓന്റെ സ്വഭാവമെല്ലാം മാറ്റി. അതിട്ടാകെ കടമാക്കിയത്. വലിയ പൈസക്കാരാണ് ഓന്റെ വിചാരം. എന്റെ അകത്തുള്ള ഫുള്ള് പൊന്നും തീർത്ത്. ഞാൻ കാതിലേയും കൂടിയാണല്ലോ. മറ്റോളെയും തീർത്തിട്ട്. അവളെ കണ്ടിട്ട് കുറച്ച് സ്ട്രിക്റ്റാന്നാ തോന്നുന്നത്. അധികം പൊന്നൊന്നും ഇല്ല. വളയും മാലയല്ല. എന്നിട്ട് അത് കിട്ടിയതിന്റെ പലിശയെങ്കിലും ഒന്ന് തീർക്കാലോ. എന്താവോ എന്തോ. പണിക്ക് പോണെന്നല്ല ഓള് പറയുന്നു. നീ അന്നേരം ഓന്റെ സ്വഭാവം പുറത്തിങ്ങെടുക്കും. മറ്റോളും ഇങ്ങനെ തന്നെയാണ്. ഓളെ പണിക്ക് പോകാൻ നമ്മക്കില്ല. എന്നാ പിന്നെ ഓനും പണിക്ക് പോവില്ല. പിന്നെ എന്താ പൈസ കിട്ടുക? മുജീബല്ലേ അത്? അന്ന് പിന്നെ വിളിക്ക. ശരി. അല്ലുമ്മ, ഷെഫീക്കടെ ഒറ്റ വിചാരെന്നാ? മനുഷ്യന്റെ അടുത്തൊന്ന് കടമായിട്ട് 1-2 കൊല്ലമൊന്നല്ല, 5-10 കൊല്ലായി. 2-3 ഉറുപ്പ്യെന്നല്ല വാങ്ങിയ. 10-20 ലക്ഷം ഉറുപ്പ്യ. വല്ല ബോധം ഉണ്ടാ? നിങ്ങൾ എത്ര കാലം വെച്ചിട്ട് ഓനിങ്ങനെ ഒളിപ്പിക്കുക? ഓനേടിയായാലും ഞാൻ ഇന്ന് പൊക്കും. എന്നിട്ടേ ഞാൻ ഇന്ന് പോകുന്നുള്ളൂ. എനിക്ക് കുടുംബം കുട്ടികളൊന്നും ഇല്ല. എനിക്ക് നോക്കണ്ട. ഇവനിക്ക് ഇങ്ങനെ കടം കൊടുക്കല എല്ലാവരുടെ പണി. വിളിക്കാനാ ഓനെ വിളിക്കേ. ഞാൻ ഇവിടുന്ന് പോവില്ല എന്റെ പൈസ ഇട്ടാണ്ട്. മര്യാദക്കാലം വിളിച്ചോളൂ. എത്ര കാലം വെച്ചിട്ട് മുങ്ങി നടക്കുന്നേ. ഓനെ എത്രോട് ഞാൻ ഫോണിൽ വിളിച്ചിക്കൊന്ന് ചോദിച്ചോ. ഓനെ എടുക്കൂലേ ഫോണ്. ചെയ്യുമ്പോ ഞാൻ കാല് പിടിക്കാം. ഈ പ്രശ്നം ഉണ്ടാക്കല. ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായിക്കാളൂ. ഓളെ പൊന്നു വിട്ടിട്ടെങ്കിലും ഞാൻ എന്റെ പൈസ അങ്ങോട്ട് തീർത്തരും. പ്ലീസ് പ്ലീസ്, എന്റെ കാല് പിടിക്കുക. അത് ശരി, ഓനെ എന്റെ അടുക്ക് പുതിയ കല്യാണം ചോദിച്ചോ? ഇതൊക്കൊന്നും മതിയാക്കില്ലമ്മ. നിങ്ങളെനി കയ്യും കാലും പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. 5-6 കൊല്ലം നിങ്ങളൊന്നും എന്നെ പറയുന്നത്. എന്റെ പൈസ കിട്ടാൻ ഞാൻ ഇന്ന് ഇവിടുന്ന് പോകുന്നില്ല. എന്നിട്ട് ഞാൻ എന്നാ ചെയ്യാ? ഓടി നിർത്തി കൊടുക്കാൻ ഈ കടമല്ലോ. അല്ലക്ക, പുറത്തുനിന്ന് എന്തെല്ലാം ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളെ പേരെല്ലാം വിളിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ കേട്ടാ. നീ പോയി നോക്കൊന്നും വേണ്ട. അതെന്റെ ഫ്രണ്ട്സ് കറങ്ങാൻ വിളിക്കും. ഞാനക്കയ്യല. ഓല് ചോദിച്ചുകൊണ്ട് പറഞ്ഞേക്ക് ഓന് ഫ്രണ്ട്സ് എന്നോട് ഊട്ടി പോയിക്കാണ് കേട്ടോ. 2 ദിവസത്തേക്ക്. അതെന്തിനാ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് അങ്ങ് പോയാ പോരെ. മുജീബ് ഊട്ടി പോയിക്കാ 2 ദിവസത്തേക്ക്. ഇപ്പൊ നിങ്ങൾ എന്തായാലും പോട്. അത് ശരി. അപ്പൊ ഓന് ഇനിയും കള്ളത്തരം പറഞ്ഞു പഠിപ്പിച്ചാ? അത് ഞാനും ചോദിച്ചിക്ക്. നിങ്ങൾക്ക് കറങ്ങാൻ പോയാ പോരെ. ഓർക്ക് കയ്യല്ലാന്ന് പറഞ്ഞു. അതാ കള്ളത്തരം പറഞ്ഞു. എന്ത് കറങ്ങാനാന്ന്? കറങ്ങാനൊന്നല്ല, ഓന് ഊട്ടി നല്ല ഉഗാണ്ട പോയാലും ഞാൻ ഓനെ പോയി പിടിക്കും. മോളെ, എനിക്കും എന്റെ സ്വഭാവം അറിയില്ല.
ഓന്റെ രണ്ടാം ഘട്ടാ ഇത്. അത് ഇങ്ങോട്ട് ഇവിടുത്തെ ഉമ്മ പറഞ്ഞേക്കാ. നാട് നീളെ കട എനിക്ക് അത് നിനക്കറിയാവാ. ഓൻ എന്റെ അടുത്ത് നിന്ന് തന്നെ 20 ലക്ഷം റുപ്യ വാങ്ങിക്ക്. 15 കൊല്ലായി ഓൻ ഇന്നേ വരെ തന്നിക്കില്ല. അതിനാ ഞാൻ ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നത്. അത് ഇനി ഇന്നേ വരെ അറിയിച്ചിട്ടില്ലല്ലോ. ഇവന്റെ രണ്ടാം കല്യാണം എന്നുള്ള കാര്യം ഇനി അറിയില്ല. ഇവനാരെ സാധനം എന്നറിയാവാ. മറ്റോളെ അടിച്ചിട്ട് ഓള് പോയി. രണ്ടാം ഘട്ടാ. അത് ശരി, ഓളോട് കൊള്ളത്തരം പറഞ്ഞ സത്യം പറഞ്ഞു. അവളിന്ന് വരട്ടെ, ഓക്കെ കാണിച്ചു. ആഹാ, ഓനായിട്ട് ഇറങ്ങി വരില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഇന്ന് വൈകുന്നേരം 5 മണി എന്നുള്ള ഒരു സമയം ഉണ്ടെങ്കിൽ അപ്പത്തൊക്കെ എന്റെ പൈസ ആക്കി വെച്ചോ. ഞാൻ വൈകുന്നേരം ഇവിടെ പോലീസിനെ കൂട്ടിയിട്ടാ വരുക. അന്ന് എനിക്കറിയണ്ട. എന്റെ പൈസ കിട്ടി കഴിഞ്ഞാൽ ഞാനങ്ങ് പോകും. ബാക്കി ഓനായി ഓന്റെ പാടായി. ഈ മുജീബാരാന്ന് എനിക്ക് തിന്നിക്കില്ല. നിങ്ങളെന്നാ പറഞ്ഞോടത്തേക്ക് ഞാൻ ഇന്ന് വൈകുന്നേരം വന്നിരിക്കും. അത് ശരി, ഇത്ര ദിവസം നിങ്ങൾ എന്നെ ചതിച്ചതല്ലേ? നിങ്ങൾ രണ്ടാം ഘട്ടം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? എന്റെ സ്വർണം കിട്ടുന്നുള്ള വ്യാമോഹത്തിലല്ലേ നിങ്ങള്? എന്നാ അത് നടക്കൂല. ഞാൻ എന്നോട് എത്ര നാക്കിവിടെ പൊന്തിപ്പോണ്ട് ചോളൊന്നേ ഞാൻ പോയി പറയാൻ പറഞ്ഞേ. ചോളാടുന്ന അവിടെ പോയിട്ട് എന്തെല്ലോ പറഞ്ഞു. ചോളാടുന്ന ആണുങ്ങളോട് കിഞ്ഞിരി കഴുത്തുനിന്ന് കൈവിട്. എന്റെ മാലയൊന്ന് വിട്ടാട്ടാ. എടുക്കുന്നില്ല. ഇങ്ങനെ മാലയിൽ എനക്ക് എന്റെ കടം കൂട്ടണം. എന്തേലും കല്യാണം കഴിക്കുമ്പോ പറഞ്ഞത് നിങ്ങൾ ദുബായി പോകാൻ സമയമായില്ലേ? ഇത്ര കാലം ഞാൻ നിങ്ങളെ വിശ്വസിച്ചേന്. ഇപ്പൊ എനിക്ക് നിങ്ങളെ തനി സ്വഭാവം. നിങ്ങളെ കടം വിട്ടാണ് നിങ്ങൾ പണിക്ക് പോകണല്ലോ. എന്റെ മാല ഞാൻ തരില്ല. ഇത് എനക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ച മാലയാ. എന്നോട് നിർത്ത്. അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോഴാണ്. ഇതിന്റെ പാർട്ട് 2 ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും മറക്കാതെ കാണാം കേട്ടോ. അപ്പൊ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. ഓളാടുന്ന ആണുങ്ങളോട് വൈകുന്നേരം വന്നിരിക്കും. എനിക്കല്ലെങ്കിൽ എല്ലുമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങള്